അവസാനം പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ഇസ്രായേൽ ഇറാൻ വാറിൽ അമേരിക്ക ഇടപെട്ടു. ഏകദേശം ഇന്ത്യൻ സമയം 4 മണിക്ക് രാവിലെ അമേരിക്കൻ സ്പിരിറ്റ് ബോംബേഴ്സ് B-52, അത് അതിൻ്റെ MOP എന്ന് പറയുന്ന മാസീവായിട്ടുള്ള ഓർഡിനൻസ് പെനട്രേഷൻ എന്ന് പറയും ആ ബോംബിന്. അത് ഏകദേശം 30,000 പൗണ്ട് 13,000 കിലോയാണ് ഒരു ബോംബ് എന്ന് പറയുന്നത്. 2ഓളം B-52 B-2 എയർക്രാഫ്റ്റുകളാണ് പങ്കെടുത്തത്. നിങ്ങൾ കണ്ടു കാണും മാസീവായിട്ടുള്ള എയർക്രാഫ്റ്റ്. ഇറാൻ്റെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ ഫെസിലിറ്റീസ്, അതായത് ലാബുകളും എൻറിച്ച് യുറേനിയം സ്റ്റോർ ചെയ്തതും അത് മിക്സ് ചെയ്യുന്നതായിട്ടുള്ള ഫഡോസ്, അതേപോലെ നഥൻസ്, ഇൻഷിഫാൻ 3ഓളം സൈറ്റുകളിൽ അമേരിക്കൻ ബോംബേഴ്സ് അവിടെ ബോംബ് ചെയ്തു. അപ്പം അതിനെ ഉദ്ധരിച്ച് മറ്റുള്ള എക്സ്പേർട്ടുകൾ പറയുന്നത് ഇനി വരാൻ പോകുന്ന 10 മുതൽ 15 വർഷത്തേക്ക് ഇറാന് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുമ്പം ഈ തമ്പിൽ കൊടുത്തിരിക്കുന്ന പോലെ പവനായി ശവമായി, ആ വാക്കാണ് മലയാള സിനിമയിലെ വലിയ കോട്ടാണ്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇറാൻ അതിനുള്ള കേപ്പബിലിറ്റി ഇല്ല. സ്വന്തം രാജ്യത്ത് ഒരു വിദേശ രാജ്യം, കാരണം അമേരിക്ക ഏകദേശം 14,000 കിലോമീറ്റർ ദൂരെ നിന്നാണ് അവരുടെ എയർക്രാഫ്റ്റ് വരുന്നത്. അതിന് സപ്പോർട്ടീവായിട്ടുള്ള മറ്റുള്ള എയർക്രാഫ്റ്റുകൾ അത് വന്ന് അവിടെ ബോംബ് ചെയ്തിട്ട് ഒന്നും കാണാൻ പറ്റാതെ അത് നിശബ്ദമായിട്ട് നോക്കി നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ, ആ രാജ്യത്തിൻ്റെ പട്ടാളം. അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ? ഇത്രയും നാൾ വീം പഠിച്ച് എന്തൊക്കെയാണ് അമേരിക്കയെ കത്തിക്കും, ഇസ്രായേലിനെ കത്തിക്കും, അമേരിക്ക ഡെത്ത്, ഇസ്രായേൽ ഡെത്ത്, ലോകരാജ്യങ്ങളെ മുഴുവനും കൊല്ലും. ഇതൊക്കെ പറഞ്ഞു തരുന്ന ഖൊമേനിക്ക് കുറച്ച് വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് യഥാർത്ഥത്തിൽ. കാരണം ഒരു പുല്ലും ചെയ്യാനും പറ്റിയില്ല. കഴിഞ്ഞ 10 ദിവസം കൊണ്ട് ഇസ്രായേൽ ഇറാൻ്റെ മുകളിൽ നടത്തിയ താണ്ഡവം ആ രാജ്യത്തെ ക്രിപ്പിൾ ഡൗൺ ചെയ്ത് കളഞ്ഞു. എല്ലാ തലങ്ങളിലും ഓയിൽ ഫെസിലിറ്റി, മിലിറ്ററി ഫെസിലിറ്റി, സ്ട്രാറ്റജിക് ഫെസിലിറ്റി, ന്യൂക്ലിയർ ഫെസിലിറ്റി, അവരുടെ മറ്റുള്ള മിസൈൽ ഉണ്ടാക്കുന്ന സ്ഥലം, ബോംബുകൾ ഉണ്ടാക്കുന്ന സ്ഥലം മുഴുവനും തൊലച്ച് നാശമാക്കി കൊടുത്തു. ഇവരാ പറഞ്ഞത്. അവരെ അനുകൂലിച്ച് ഇവിടെ കേരളത്തിലെ സുഡാപ്പികൾ എന്താ പറഞ്ഞ്? ഇറാൻ ചെയ്യും. ഞാൻ പറഞ്ഞു ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. കേരളത്തിലെ മീഡിയ പറഞ്ഞു ഇറാൻ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ചെയ്യത്തില്ല. കാരണം നമ്മൾ ഇങ്ങനെ സ്റ്റഡി ചെയ്യുമ്പോൾ ഇറാനെ പറ്റി സ്റ്റഡി ചെയ്ത് നോക്ക്. അവരുടെ ഏത് ടെക്നോളജിക്കൽ വെപ്പൺസാണ് ഉള്ളത്? ഈ പറയുന്ന മിസൈൽസ് മാത്രമേ ഉള്ളൂ. അതിനാണ് പ്രിസിഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്ത സാധനമാണ്. അവരവരുടേതായ രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പം അതിന് ഈ പറയുന്ന പോലെ കേപ്പബിലിറ്റിയോ പ്രിസിഷനോ ഈ സാധനമൊന്നും ഇല്ല. അത് കുറച്ച് 10-20 എണ്ണം വിടും, 50 എണ്ണം വിടും. ഇപ്പോഴും ഏകദേശം 30 എണ്ണം വിട്ടിട്ടുണ്ട്. പക്ഷേ അറിയാൻ സാധിക്കുന്നത്, കാരണം ഈ അമേരിക്ക ബോംബ് ചെയ്ത ശേഷം ഏകദേശം 30ഓളം മിസൈൽ വിട്ടിട്ടുണ്ട് വീണ്ടും ഇസ്രായേലിലോട്ട്. അപ്പം അത് വരുന്നത് ആൾക്കാർ ഇഞ്ചുറി മാത്രമേ ഉള്ളൂ, കാഷ്വാലിറ്റിയേ ഉള്ളൂ, അല്ലാതെ ആൾക്കാർ കൊല്ലപ്പെട്ടു. അത് സിവിലിയൻ ഏരിയയിൽ. ഇത് മാത്രമാണ് ഇറാനെ കൊണ്ട് സാധിക്കുന്നത്. ഇത് ഞാൻ ഡേ 1 ഓൺവേർഡ്സ് പറയുവാണ്, ഇവരെ കൊണ്ടത് കഴിയില്ല. ഇവരെ ഈ മത തീവ്ര രീതിയിൽ നിൽക്കുന്ന ഈ രാജ്യത്തിൻ്റെ പട്ടാളം പോലും ഡിഫൻസ് ഇല്ലാതായി. ഡിഫൻസ് ഇല്ല, പിന്നെ എങ്ങനെ അവർക്ക് ഒഫൻസ് ചെയ്യാൻ പറ്റുന്നത്? സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ഇസ്രായേലും അമേരിക്കയും കയറി അവിടെ നാശപ്പെടുത്തിയപ്പോഴും നോക്കി നിൽക്കാൻ പോലും കഴിയാത്തവരാണ്. കാരണം ഖമേനി വരെ ഒളിവിൽ പോയി ബങ്കറിലിരിക്കുക. ഉണ്ടായ കള്ളത്തിലും എന്തോ നതന്യാഹു ഓടിപ്പോയി, ഒളിച്ചുപോയി, അവിടെ പോയി, ഇവിടെ പോയി. അതാണ് ഞാൻ പറഞ്ഞത്. വാറിനെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കണം. അതിൻ്റെ അത്ര പോയിന്റ് തന്നെയുണ്ട്. ഈ കാട്ടറവികൾക്കൊക്കെ ഒന്നും വാറ് ചെയ്തുള്ള പരിചയമൊന്നുമില്ല.
കുതിരപ്പുറത്ത് പോയി അത് ചെയ്യുമോ ഇത് ചെയ്യുമോ എന്നല്ലാതെ ഈ മോഡേൺ ഡേയിലെ പ്രൊഫഷണൽ വാർഫെയർ എന്ന് പറയുന്നത് അത് അത്യാധുനികമാണ്. അത് ടെക്നോളജി ഓറിയൻറ്റഡ് ആണ് ഈ സാധനം. അതൊന്നും ഇവർക്ക്, കാരണം ഇവർ ഈ പറയുന്ന രീതിയിൽ മതപരമായ രീതിയിലാണ് നോക്കുന്നത്. പ്രൊഫഷണൽ വാർ എന്ന് പറഞ്ഞ മതപരമല്ല. നിങ്ങൾ ഫീൽഡിൽ, ഗ്രൗണ്ട് സീറോയിലും ഫീൽഡിലും ടെക്നോളജിയിലും നിങ്ങൾക്ക് ഹൈ എൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാർ ജയിക്കുവാൻ സാധിക്കൂ. ബാക്കിയെല്ലാം ബോസ്റ്റിംഗ് ആണ്, വെറുതെ വീമ്പടിക്കുവാൻ. അതിനെ സപ്പോർട്ട് ചെയ്ത് കേരളത്തിലെ റാഡിക്കൽ ഇസ്ലാം, മറ്റുള്ള ഇസ്ലാം ഭയങ്കരമായിട്ട് പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, പേർഷ്യ, പണ്ട് മലയാളികളൊക്കെ പോയിരുന്ന പേർഷ്യ, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം, അറേബ്യൻ രാജ്യത്ത് ഇന്നത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. 7 വർഷം ഇറാഖുമായിട്ട് വാർ ചെയ്തതാണ്. ആ രാജ്യം എവിടെ പോയെന്ന് നോക്ക്. തൊലഞ്ഞ് നാശമായി. എന്തൊക്കെ വീമ്പിളക്കി. ഇപ്പോൾ കത്തിക്കും, നാളെ കത്തിക്കും, മറ്റന്നാൾ കത്തിക്കും. ആരാ കത്തിയത്? ഇറാൻ സ്വയമേ നിന്ന് കത്തി. അവിടെ ജനങ്ങൾ ഉൾപ്പെടെ അവിടുന്ന് ഓടിപ്പോയി. പട്ടാളത്തിൻ്റെ ഓഫീസ് അവന്മാരും തീർന്നു പോയി. ബാക്കിയുള്ളവരെല്ലാം ഗുഹയിലും ടണലിലും ഒളിച്ചിരിക്കുക. ഇതാണ് കത്തിക്കുന്ന വീമ്പിളക്കുന്ന, എല്ലാ വീമ്പിളക്കുന്നതിൻ്റെ സ്ഥിതി ഇത് തന്നെയാണ്. ഗ്രൗണ്ടിൽ അവൻ ഒന്നുമല്ല, എലിയേക്കാളും കഷ്ടമാണ്. അതാണ് പ്രൂവ് ചെയ്തത്. ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്, ഒരു കഴിഞ്ഞ 30 വർഷം കൊണ്ട് ബില്യൺസും മുടക്കിയാണ് ഇറാൻ ഈ ന്യൂക്ലിയർ വെപ്പൺസുമായിട്ട് മുന്നോട്ട് പോയത്. ലാബ് ഉണ്ടാക്കുന്നു, അതുണ്ടാക്കുന്നു, ഇതുണ്ടാക്കുന്നു. അതെല്ലാം കഴിഞ്ഞൊരൊറ്റ മണിക്കൂർ കൊണ്ട് മുഴുവനും തീർന്നു പോയി. അതേപോലെ കഴിഞ്ഞ 9 ദിവസം ഇസ്രായേൽ കയറി അടിച്ചു കഴിഞ്ഞപ്പം അവൻ്റെ മൂലവും ആസനവും അതും ഇതും തലയും മണ്ടയും മുഴുവനും തുലച്ച് നാശമാക്കി. പിന്നെന്തുവാണ് ഇത്രയും നാൾ ഇറാൻ പറഞ്ഞത്? അമേരിക്ക അടിക്കും, അമേരിക്കൻ ബേസ് കത്തിക്കും. അതാണ് പറഞ്ഞത്. ഈ വാർ ഏകദേശം തീർന്നു. ഇനി കോസ്മെറ്റിക് ഫയർ മാത്രമേ കാണത്തുള്ളൂ. ഈ പറയുന്ന ഇറാൻ അമേരിക്കയുടെ ബേസിലോട്ട് അവിടെ എല്ലാം വിട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പിന്നെ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഈ ലോകത്ത് കാണത്തില്ല. ഇറാൻ 3-4 പീസുകളായി എന്ന് മാറ്റും. കാരണം അമേരിക്കൻ കരസൈന്യം ഇറാഖിലുണ്ട്. അതിൽ ഏകദേശം 50,000-ഓളം പേര് മിഡിൽ ഈസ്റ്റ് മുഴുവൻ അമേരിക്കയുടെ കയ്യിൽ ഏകദേശം 22ഓളം ബേസുകളുണ്ട്. ആലോചിക്കേണ്ട സംഭവമാണ്. ഏതെങ്കിലും രീതിയിൽ ഇറാൻ അടിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ബേസിൽ, പിന്നീട് ഇറാൻ എന്ന് പറഞ്ഞാൽ 3-4 രാജ്യമായിട്ട് അങ്ങ് മാറുക. അതാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇറാൻ നടത്തിയ ഒരു കോസ്മെറ്റിക് ഫൈറ്റ്, 30 മിസൈലുകൾ അമേരിക്ക ബോംബ് ചെയ്ത ശേഷം ഇസ്രായേലിലോട്ട് വിട്ടേക്കുന്നത് ഒരു കോസ്മെറ്റിക്. അതിനുള്ള ധൈര്യമൊന്നും ഇവർക്കില്ല. അമേരിക്ക അറ്റാക്ക് ചെയ്യാനും ഇസ്രായേലിനെ നശിപ്പിക്കാനും. അത് അറേബ്യൻ രാജ്യത്ത്, മിഡിൽ ഈസ്റ്റ് ഒരു രാജ്യത്തിന് ആ കേപ്പബിലിറ്റി ഇല്ല. അത് 6 ഡേ വാർ ആണെങ്കിലും 2 ഡേ വാറൊക്കെ കൊണ്ട് ഇസ്രായേൽ ലോകത്തെ തെളിയിച്ചു കൊടുത്തതാണ്. 1500-2000 കിലോമീറ്റർ ഡിസ്റ്റൻസ് അവിടുന്ന് എയർ റീഫ്യൂലറും മറ്റോ എല്ലാം കൂടെ വന്ന് ഇറാനെന്ന് പറഞ്ഞ് ഇത്രയും വലിയ രാജ്യത്തെ ട്രിപ്പിൾ ചെയ്ത് നാശമാക്കി കൈ കൊടുത്തു. അവർക്ക് എന്തെങ്കിലും ചലിക്കാൻ പറ്റിയോ? ഈ എരിവാണം പോലുള്ള ചില മിസൈൽ അവിടെ ഇവിടെയൊക്കെ വീഴുന്നു. ചിലതൊക്കെ അവിടെ റെസിസ്റ്റ് ചെയ്യുന്നു. ആദ്യത്തെ പിന്നീടത് പൂർണ്ണമായിട്ടും ഇസ്രായേലിൻ്റെ കൺട്രോളിലോട്ട് മാറ്റാൻ ശ്രമിക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവിച്ചത്. ഇപ്പോൾ കേരളത്തിലെ മീഡിയ എന്തോ പറഞ്ഞു, കേരളത്തിലെ സുഡാപ്പികൾ എന്താ പറഞ്ഞ്, അവരെ അനുകൂലിക്കുന്ന മീഡിയ എന്താ പറഞ്ഞ്, യുറോൺ ഡോ വരുന്നു. ദോ എവിടെ പോയി? നാശമായി പോയി. ഇതാണ് ഉണ്ടായത്. കാരണം അവസാനത്തെ ഇവരുടെ കോൺവെർസേഷൻ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ നടത്തിയപ്പോൾ തന്നെ പിടികിട്ടി ഇത് അമേരിക്ക ഇടപെടാൻ പോവുകയാണ്. കാരണം ആ രീതിയിലാണ്. കാരണം അമേരിക്ക പറഞ്ഞ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മാത്രമൊന്നുമല്ല, മറ്റു പലതും ചെയ്യണം. ചെയ്താൽ മാത്രമേ സൈൻ ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് അബ്ബാസ് അരഗാച്ചി അതിൽ നിന്ന് വളരെ ക്ഷോഭിതനായിട്ട് ഇറങ്ങിപ്പോയത്. ഇന്നത്തെ ഇറാൻ്റെ സ്ഥിതി എന്ത്? കംപ്ലീറ്റ് സറണ്ടർ ചെയ്തു, അൺകണ്ടീഷണൽ പോലെ സറണ്ടർ ചെയ്തു. അവർ അമേരിക്കയെ പോലും അവർക്ക് ആക്രമിക്കാൻ തയ്യാറല്ല എന്ന രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നു.
ഇത്രയേ ഉള്ളൂ ഇറാൻ. അവർ തന്നെ പ്രൂവ് ചെയ്തു അവരൊന്നുമല്ല. അതിനുള്ള അവസരം ആരാണ് ഒരുക്കി കൊടുത്തത്? ഹമാസ് എന്ന് പറഞ്ഞ പൊട്ടന്മാർ. ഒക്ടോബർ 7 അവിടുന്ന് തുടങ്ങി. ഞാൻ പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞു ഈ വാർ ഇറാനിൽ പോയി തീരും. ഇറാനിൽ വന്നു ഈ വാർ ഇനി 1 or 2 ദിവസം കൂടെ കാണത്തുള്ളൂ. അതായത് കോസ്മെറ്റിക് ആയിട്ടുള്ള ഫൈറ്റ് ആയിരിക്കും. ഇതോടുകൂടി ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ, അതായത് ഷിയ ഇസ്ലാമിക് ബോംബ്, വേണമെങ്കിൽ ഇസ്ലാമിക് ബോംബ്, ആ സാധനം വരാൻ പോകുന്ന 15 വർഷം അറബ് മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് ന്യൂക്ലിയർ ബോംബ് അറബ് മേഖലയിൽ, ഇസ്ലാമിക ഷിയ ബോംബ് വരാൻ പോകുന്ന 10-15 വർഷത്തേക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഇസ്രായേലും അമേരിക്കയും ചെയ്ത് താറുമാറാക്കി കുളമാക്കി കൈ കൊടുത്തു. ഇതാണ് ഇറാൻ നേതാക്കളും ഖമൈനി ചോദിച്ചു വാങ്ങി. ഇതാ അതിൻ്റെ അർത്ഥം. ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം. വാറിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് നോക്കുമ്പോൾ ചോദിച്ചു വാങ്ങി. അതോടുകൂടി ഈ രാജ്യം എന്നേക്കുമായിട്ട് അസ്തമിക്കാൻ പോകുന്നു. പല സുഡാപ്പികൾക്ക് മനസ്സിലാക്കുക, അസ്തമിക്കാൻ പോകുന്നു. അതേപോലെ തന്നെ ഷിയ സംഭവത്തിൻ്റെ മതരാഷ്ട്രത്തിൻ്റെ പേരിൽ മതരാജ്യം അതും ഇതോടുകൂടി തീരുകയാണ്. അതിനും കൂടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസത്തെ വാറും അവസാനം അമേരിക്ക ഇടപെട്ടതോടുകൂടി അതും അവസാനിച്ചിരിക്കും. അതായത് ഷിയയുടെ മതരാജ്യം എന്ന് പറഞ്ഞ സാധനം 10-46-50 വർഷം കൊണ്ട് ഇസ്ലാമിക റവല്യൂഷന് ശേഷം സ്റ്റാർട്ട് ചെയ്ത മതരാജ്യം ഇതോടുകൂടി അതും തീരുകയാണ്. എനിവേ, ഇതെല്ലാം ലോകത്തിന് നല്ലതാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.